ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ദുസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓണം കഴിഞ്ഞൊരു ഓണാഘോഷമാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ്. പയറ് വേവിച്ചിട്ട് ശർക്കരയും തേങ്ങയും കൂടി ഇട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ കോഫി ഇട്ടിട്ട് കുറച്ച് ദിവസമായിട്ട് കോഫി ക്രേവിങ്സ് വരുന്നതുകൊണ്ട് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോഫിയൊക്കെ ഇട്ടു. പിന്നെ അന്നക്കുട്ടിക്കൊക്കെ ഒന്ന് കാച്ചി വെക്കണം. ഈ ഓണം കഴിഞ്ഞ ഓണാഘോഷം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ താമസിക്കുന്നത് ഇപ്പോൾ റെൻറ്റിന് പുതിയൊരു വീടെടുത്ത് മാറിയതൊരു വില്ലയ്ക്കകത്താണ്. അപ്പോൾ ആ വില്ലയിൽ ഓണാഘോഷം എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ളവരൊക്കെയാണ്, അതായത് ട്രിവാൻഡ്രത്തിന് ഔട്ട്സൈഡിലുള്ളവരൊക്കെയാണ്. അപ്പോൾ അവർ നാട്ടിലൊക്കെ ഓണത്തിന് പോയിരുന്നത് കൊണ്ട് ഓണം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒത്തുകൂടിയപ്പോഴാണ് ഓണാഘോഷം നടത്തുന്നത്. ഓണാഘോഷമായതുകൊണ്ട് തന്നെ ഓണസദ്യയൊക്കെ ഉള്ളതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത്തപ്പൂക്കളുണ്ട്, പരിപാടികളുണ്ട്, ഗെയിംസ് ഉണ്ട്, തിരുവാതിരയുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അത്തപ്പൂവിന് അടുത്തേക്കൊന്ന് പോയിട്ട് അപ്പോൾ ഏകദേശം അവിടെ ഇട്ട് സെറ്റായിട്ടുണ്ട്. തലേന്നേ പൂവൊക്കെ അവർ ഇറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 9:30 ആയപ്പം എല്ലാവരും അത്തപ്പൂവൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് റെഡിയാവാനൊക്കെ ആയിട്ട് പോയിട്ടോ. അപ്പം ക്ലെയർ സിറ്റി റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണം സെലിബ്രേഷനിൽ ഞങ്ങളൊരു പാർട്ടാവുന്ന ആദ്യമായിട്ടാണ്. ഞാൻ പിന്നെ പെട്ടെന്ന് വന്നിട്ട് എനിക്ക് നല്ല മൈഗ്രെയിൻ, സൈനസ് എല്ലാം കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഒന്ന് തല കുളിച്ചില്ല, മേലെ എഴുതി ഒന്ന് ഫ്രഷായി. എനിക്ക് സെറ്റ് മുണ്ട കുടിപ്പിക്കാനായിട്ട് അമ്മ വന്നു കേട്ടോ. അപ്പോൾ ഇതേ അന്നക്കുട്ടി എഴുന്നേറ്റ്, അന്നക്കുട്ടിയുടെ ഈ ഡ്രസ്സ് ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. കറക്റ്റ് എനിക്ക് ഒക്കെ നല്ല മാച്ചായിരുന്നു. പിന്നെ അമ്മ വന്ന് തലമുടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. ഡേ അവളിരിക്കുന്ന ആൻറ്റി കണ്ടോ, ആ ആൻറ്റി അടുത്ത് അവൾ ഭയങ്കര അറ്റാച്ച്ഡാണ് കേട്ടോ. എൻ്റെ അമ്മയെപ്പോലെ വട്ടപ്പൊട്ടും വലിയ നീളമുള്ള മാലയൊക്കെ ഇടുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. പിന്നെ ഓരോ ഫാമിലിയായിട്ട് ഫോട്ടോസ് എടുത്തു, ലേഡീസ് ഒളിയായിട്ട് എടുത്തു, അങ്ങനെയൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടിയുടെ പാർട്ടാവാൻ പറ്റിയത്. കാരണം ഞങ്ങളുടെ ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അസുഖമായിട്ട് ആകെ ഒരു ഇതിലായിരുന്നല്ലോ. അപ്പോൾ ആദ്യം ഈശ്വര പ്രാർത്ഥനയോട് കൂടിയാണ് കേട്ടോ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഗണേശസ്തുതി, നമ്മൾ എപ്പോഴത്തെ ഗണനായകനായി ഞങ്ങൾ പെട്ടെന്ന് പഠിച്ച് കളിച്ചതാണ്. 2-3 ദിവസമായിട്ട് അറേഞ്ച് ചെയ്ത് പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പരിപാടി വന്നപ്പോഴാണ് ഇവിടെയുള്ള എല്ലാവരുമായിട്ട് കുറച്ചുകൂടെ അടുക്കുന്നത്, കാണുന്നത്. കാരണം ഞാൻ ഏകദേശം ഉച്ചയാകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും, അവിടെയാണ് എനിക്ക് ട്യൂഷൻ. പിന്നെ ഞാൻ പൊതുവെ അങ്ങനെ പുറത്തൊക്കെ അങ്ങനെ ഇറങ്ങാറില്ല. എന്നെ കുട്ടികളുണ്ട്, ഫുൾ ടൈം വാതിൽ ക്ലോസ് ചെയ്തിട്ടാണ് ഇരിക്കാറ്. അപ്പം ഈ ഒരു പരിപാടി വന്നപ്പോഴാണ് ഞാൻ എല്ലാവരും കാണുന്നതും എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതും ഒക്കെ. ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളുടെ തിരുവാതിരയും എല്ലാം നമുക്ക് എന്താണ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തു, കളിക്കാൻ പറ്റി. നമുക്ക് എന്താണ് ഭയങ്കര ഒരു പ്രായഭേദമന്യേ എല്ലാവരും ഭയങ്കര ഉഷാറോടുകൂടി നിന്ന് എല്ലാത്തിനും ഒന്നിച്ച് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ ശരിക്കും ഭയങ്കര സന്തോഷമാണ്. ആ ഓണം അതിൻ്റെ ഫുൾ മീനിങ്ങിൽ കാണാൻ പറ്റി. ഞാൻ എല്ലാവരും ഒത്തൊരുമിച്ച് ജാതിമത ഭേദമില്ലാതെ, പ്രായവ്യത്യാസമില്ലാതെ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഭയങ്കര ഹാപ്പിയായി അടിപൊളി ഒരു ഓണാഘോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഗെയിംസൊക്കെ ആണല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ പോയി. എനിക്ക് പിന്നെ സാരി എടുത്ത് ഫുൾ ടൈം അന്നക്കുട്ടിയെ നോക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്കുള്ള ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും ഇങ്ങനെ എന്താണ് നമ്മൾ പിണക്കാതെ ഒന്നിച്ച്, കുഞ്ഞുങ്ങളല്ലേ, ആർക്കും പരസ്പരം ഹേർട്ടാവാതെ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും എല്ലാവർക്കും പ്രൈസൊക്കെ കൊടുത്ത് എല്ലാവരും ഒന്നിച്ചൊരു വഴക്കോ പിണക്കോ ഒന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി പരിപാടി ഭയങ്കര ഒരു വിജയമായിട്ട് അവസാനിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം അത് ഒരു വലിയ കാര്യമാണ്. അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് എൻ്റെ പ്രസിഡൻ്റ് ആയാലും സെക്രട്ടറി ആയാലും ഒക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരുന്നതിൽ അതിലുള്ള മെമ്പേഴ്സ് ആയാലും ഇപ്പം ഓരോരുത്തരും അവരവരെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് രസമായിരുന്നു. ഓണസദ്യയും കളികളും പണ്ട് കോളേജിലും സ്കൂളിലും അല്ലെങ്കിൽ ഓഫീസിലും ഒക്കെ മിസ് ചെയ്തൊരു ഓണം തിരിച്ച് കിട്ടിയ ഒരു ഓണം വൈബ് തിരിച്ചു കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ഗെയിംസ് ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. കാരണം അന്നക്കുട്ടി കണക്കായ സമയത്ത് ഞാൻ ഹസ്ബൻഡിൻ്റെ ഫോൺ കൊടുത്തിട്ട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ ഫീഡ് ചെയ്യാനും അവളെ ഉറക്കാനും ഒക്കെ ആയിട്ട് ഞാൻ പോകുന്നുണ്ടായിരുന്നു. അന്നക്കുട്ടിയും കുഴപ്പമില്ലാതെ പോയി കേട്ടോ. ഭയങ്കര കാമായിട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ. അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൂട്ടിനും ഈ ഓണം സെലിബ്രേഷൻ വന്നപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് നടന്ന പ്രാക്ടീസിൻ്റെ സമയത്തൊക്കെയാണ് എല്ലാ വീട്ടിലെ കുട്ടികളെ കാണുന്നതും മിങ്കിളാവുന്നതൊക്കെ. കാരണം ആ സമയത്ത് പ്രാക്ടീസിനൊക്കെ വരുമ്പോൾ എല്ലാവരും പിള്ളേരെയൊക്കെ കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സൈഡിൽ ഇവർ സൈക്കിൾ ഓട്ടോ കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്താണ് ക്യൂസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, കസേരകളി ഉണ്ടായിരുന്നു, ജെൻസിന് സെപ്പറേറ്റ് ലേഡീസിന് സെപ്പറേറ്റ് കസേരകളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ രസമായിരുന്നു. എല്ലാവരും കുട്ടികളുൾപ്പെടെ മുതിർന്നവരെല്ലാവരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു കസേരകളിയായിരുന്നു. ശരിക്കും ഓണം ഇങ്ങനെ തന്നെയാണ് ആഘോഷിക്കേണ്ടത്, എല്ലാവരും ഒന്നിച്ച് കുറച്ച് ഗെയിംസൊക്കെ ആയിട്ട് സന്തോഷമായിട്ട്. പക്ഷെ നമ്മളിപ്പം ഒരുപാടായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഓണം. ശരിക്കും ഞങ്ങളുടെ ഓണം ഭയങ്കര ദുരന്തമായിരുന്നു. കാരണം ഫുള്ള് വയ്യായികയായിട്ട് അത്തപ്പൂ ഇട്ടു, അന്നക്കുട്ടിക്ക് കാണാൻ വേണ്ടി സദ്യ വെച്ചു. അതല്ലാത്തൊരു ഓണത്തിൻ്റെ ഒരു വൈബ് അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഉള്ള എല്ലാ സങ്കടങ്ങളും മാറ്റി മറിച്ചുകൊണ്ടുള്ളൊരു ഓണാഘോഷമായിരുന്നു ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ. പിന്നെ ഞങ്ങളുടെ കസേരകളി ഉണ്ടായിരുന്നു.
അപ്പോൾ തന്നെ ഏകദേശം ഒരു 2:30-3 മണിയായിട്ടുണ്ടായിരുന്നു. എന്നിട്ടായിരുന്നു ഞങ്ങൾ സദ്യ കഴിക്കാൻ പോയി. അന്നക്കുട്ടി ഇപ്പോൾ ആരുടെയും പോവില്ല, ആൻറ്റി അടുത്ത് മാത്രമേ പോവുള്ളൂ. പക്ഷേ എന്നാലും അനീഷ് എടുക്കുമ്പോൾ കരയില്ല കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളവരിങ്ങനെ എടുത്ത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ മാറി നിൽക്കും. അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. അന്നക്കുട്ടി എടുക്കുന്ന ഉറക്കമായി. പിന്നെ ഞാൻ സദ്യ കഴിക്കായിരുന്നപ്പോഴത്തേനും അന്നക്കുട്ടി ഉണർന്നു കേട്ടോ. പിന്നെ വേറൊരു ആൻറ്റി എടുത്തു. പിന്നെ ഹസ്ബൻഡ് കൊണ്ടുവന്ന് ഞാൻ കുറച്ച് സദ്യയൊക്കെ വാരി കൊടുത്തു. കുറച്ച് കഴിച്ചു. കാരണം തിരുവോണത്തിന് അവൾക്ക് സദ്യ കഴിക്കാൻ പറ്റിയില്ല, പനിയൊക്കെ ആയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു വന്നു. അപ്പോഴത്തേനും അപ്പൂട്ടിന് ഗ്രേഡിങ് ഉണ്ടായിട്ട് അപ്പൂട്ടൻ പോയി. ഇതും ഈ വില്ലയിൽ വന്ന ഒരു ന്യൂ മെമ്പറാണ് അഖിലിൻ്റെ വൈഫ് അതുല്യ. അഖിൽ നന്നായിട്ട് പാടും കേട്ടോ, അടിപൊളിയായിട്ട് പാടും. അപ്പോൾ അന്നക്കുട്ടീനെ അമ്മമ്മയും കൂടി ഇരുന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് വൈബ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സൗഹൃദ വടംവലി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് 2 സൈഡിൽ നിന്ന് 2 തവണ വലിച്ചപ്പോൾ 2 ടീം ജയിച്ചു. അതിലങ്ങ് സമനിലയിൽ നമ്മളങ്ങ് നിർത്തി. ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് +2 എങ്ങാണ്ട് പഠിക്കുമ്പോൾ ആളില്ലാത്തത് കൊണ്ട് വടം വലിക്കാൻ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അല്ലാതെ ഞാൻ വടം വലിച്ചിട്ടില്ല. അപ്പം അതൊക്കെ ഒരു ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. കഴിഞ്ഞു പോയ കുറേ കാലങ്ങൾ നമുക്ക് ഓർമ്മകളിലേക്ക് നമുക്ക് തിരിച്ചു പോകാനും കുറേ സന്തോഷങ്ങളൊക്കെ കിട്ടിയതുപോലെ തോന്നി. പിന്നെ വടംവലി കഴിഞ്ഞ് ചെറിയൊരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഗെയിംസിനൊക്കെ, കുട്ടികൾക്കല്ല എല്ലാവർക്കും ഉണ്ടായിരുന്നു. രസമായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ അടിപൊളി ഒരു ഓണാഘോഷമായിരുന്നു കേട്ടോ ഇത്. ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.